ിലേക്ക് വരാം. അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്, നികുതി വർദ്ധിപ്പിക്കാതെ സർക്കാരിന് വേറെ വഴിയില്ല. ജനങ്ങൾ നികുതി വർധന അംഗീകരിച്ചു. സംസ്ഥാന സർക്കാർ നികുതി വർദ്ധിപ്പിച്ചത് ഒറ്റത്തവണ മാത്രമാണ്. മാസാമാസം കൂട്ടുന്നവർ വേറെയുണ്ടല്ലോ എന്നാണ് മുഖ്യമന്ത്രി പരിഹസിച്ചത്. ഇതുവരെ നടന്ന നിയമസഭാ സമ്മേളനത്തിനുള്ളിൽ നടന്ന ചർച്ചകൾ, പ്രതിഷേധങ്ങൾ, പുറത്ത് നിങ്ങളും കോൺഗ്രസും നടത്തുന്ന പ്രതിഷേധങ്ങൾ, CAG റിപ്പോർട്ട്, മറ്റ് റിപ്പോർട്ടുകൾ, ഇതിനൊക്കെയുള്ള മറുപടിയായിരുന്നു 1 മണിക്കൂർ നീണ്ട മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. ഈ മാസാമാസം കൂട്ടുന്നവർ എന്തിനാണ് ഒറ്റത്തവണ കൂട്ടിയ സംസ്ഥാന സർക്കാരിനെ നോക്കി വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്? ഇത് മുഖ്യമന്ത്രിക്ക് വേറെ മറുപടിയൊന്നുമില്ല. അതുകൊണ്ട് മറ്റേ പഴയ പല്ലവി പാടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം മാത്രമാണ്. ഇത് കാലാകാലങ്ങളിലായിട്ട് പറയുന്നതാണ്. ഈ കേന്ദ്ര സർക്കാർ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറക്കുന്നതിന് മുമ്പേ ഈ നാട്ടിൽ സമരം ചെയ്തിട്ടുള്ളവരാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറച്ചു. എന്നിട്ട് എല്ലാ സംസ്ഥാന സർക്കാരുകളോടും ഒരു അഭ്യർത്ഥന നടത്തി, നിങ്ങളും നിങ്ങളുടെ വാറ്റും സെസ്സും കുറയ്ക്കാൻ വേണ്ടിയിട്ട്. കേരളം ഒഴിച്ച് മറ്റെല്ലാ സംസ്ഥാനങ്ങളും കുറച്ചു. പക്ഷേ കേരളം കുറയ്ക്കാൻ തയ്യാറായില്ല. ഏറ്റവും കൂടുതൽ ഇന്ന് നികുതി ഈടാക്കുന്ന ഒരു സർക്കാർ, ഏറ്റവും കൂടുതൽ പെട്രോളിനും ഡീസലിനും നികുതി ഈടാക്കുന്ന, ഏറ്റവും കൂടുതൽ വില ഉള്ള ഒരു സംസ്ഥാനം കേരളമായിട്ട് മാറിയിരിക്കുകയാണ്. എന്നിട്ടും അതിന് പുറമെയാണ് ഈ ബജറ്റിൽ പുതിയ പ്രപ്പോസൽ വന്നിരിക്കുന്നത്, 2 രൂപ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇത് ഒരിക്കലും ജനങ്ങൾക്ക് താങ്ങാൻ സാധിക്കില്ല. അദ്ദേഹം പത്രസമ്മേളനത്തിൽ ഇന്ന് പറഞ്ഞത് ഏതോ ഒരു ചാനലിൽ വന്ന ഒരാളുടെ അഭിപ്രായമാണ്. അതേ സമയത്ത് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ പ്രതികരണങ്ങൾ, അത് ചാനലിലൂടെയും അത് സോഷ്യൽ മീഡിയയിലൂടെയും അത് പ്രിന്റ് മീഡിയയിലൂടെയും വന്നുകൊണ്ടിരിക്കുന്ന അഭിപ്രായങ്ങൾ, അതിലെ അവരുടെ പ്രതിഷേധങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് സ്വന്തം കണ്ണടച്ച് ഇരുട്ടാക്കുന്നതിന് തുല്യമാണ്. മുഖ്യമന്ത്രി ഇത് അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ മുഖ്യമന്ത്രി ഇത് അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഇപ്പോ CAGയുടെ റിപ്പോർട്ട് വന്നതോട് കൂടിയിട്ട് ഈ സർക്കാർ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ള ന്യായീകരണം, ആ ന്യായീകരണം എന്ന് പറയുന്നത് സാമൂഹ്യ സുരക്ഷയ്ക്ക് കൊടുക്കാൻ വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട്, ഈ നിവൃത്തികേട് കൊണ്ടാണ് ഈ നികുതിയെല്ലാം വർദ്ധിപ്പിക്കാൻ സർക്കാർ നിർബന്ധിതരായത് എന്നാണ് ഇന്ന് ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രതിപക്ഷ നേതാക്കന്മാർ മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, മാധ്യമങ്ങൾ മാത്രമല്ല, ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ 21,000 കോടി രൂപ പിരിച്ചിരുന്നുവെങ്കിൽ ഈ സാമൂഹ്യ സുരക്ഷ ഇതിനേക്കാൾ നന്നായിട്ട് കൂടുതൽ കൊടുക്കാൻ സാധിക്കുമായിരുന്നു, കൂടുതൽ വികസനങ്ങൾ നടത്താൻ സാധിക്കുമായിരുന്നു. ഈ പെട്രോളിനും ഡീസലിനും ഉൾപ്പെടെയുള്ള നികുതി വർധനവ് ഒഴിവാക്കാമായിരുന്നു. 1000 രൂപയാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതി വർധനവിലൂടെ സർക്കാർ കെ ശ്രീകാന്തിലേക്ക് വരാം. ശ്രീ TC മാത്യു, അവിടെ നികുതി പിരിക്കാതെയാണ്, 5 വർഷമായിട്ട് പിരിക്കാതെയാണ് ഈ 1000 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ മേൽ അധിക ഭാരം ചുമക്കുന്നത്. ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ദേശാഭിമാനി ഉൾപ്പെടെയുള്ള, കൈരളി ഉൾപ്പെടെയുള്ള ഇവരുടെ മുഖപത്രങ്ങളും മുഖചാനലും പറഞ്ഞിരിക്കുന്നത് പെട്രോളിനും ഡീസലിനും വില കുറക്കുമെന്ന് പ്രതീക്ഷിച്ചു. അതുണ്ടായില്ല. പക്ഷെ ഇവരെന്താ ചെയ്ത്? അപ്പൊ ഇവര് പറയുന്നതും ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. ഇപ്പൊ ചുരുക്കത്തിൽ ഈ ഇടത് സർക്കാർ ചെയ്തിട്ടുള്ള കെടുകാര്യസ്ഥത, മിസ്മാനേജ്മെന്റ് ആണ് ഇത്. ഏറ്റവും വലിയ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ്. ഇവര് പിഴച്ചതിന് ഇവര് കുറ്റക്കാര്. ഈ കുറ്റം ചെയ്തവര് തന്നെ മറ്റുള്ളവരുടെ മേൽ കുതിര കയറുന്ന, പിഴ ഈടാക്കുന്ന, ശിക്ഷ നൽകുന്ന ഒരു സ്ഥിതിയാണ്. ഇവർ ചെയ്തിട്ടുള്ള കെടുകാര്യസ്ഥതക്ക്, ഇവർ ചെയ്തിട്ടുള്ള തെറ്റിന് ഇവര് ശിക്ഷ അനുഭവിക്കുന്നതിന് പകരം ഈ പാവപ്പെട്ട ജനങ്ങൾ ശിക്ഷ അനുഭവിക്കുകയാണ്. വൻകിടക്കാരിൽ നിന്ന് വലിയ രീതിയിൽ പണപ്പിരിവ്, നികുതി പിരിക്കാനുണ്ട്, അതിന് ഒരു നടപടിയുമില്ല. കഴിഞ്ഞ ഇത്രയും വലിയ ഒരു പ്രയാസം കേരളം അനുഭവിക്കുന്ന സമയത്ത്, ഇത്രയും വലിയ കടം വരുത്തി വെച്ച് ഈ കേരളത്തെ കടക്കെണിയിലാക്കി ജനങ്ങളെ പൊരുതിമുട്ടുന്ന സമയത്ത് സർക്കാർ സ്വാഭാവികമായിട്ടും അതിന്റെ വരുമാനം, ആ വരുമാനം എവിടെ നിന്നാണ് കിട്ടാനുള്ളത്? സ്വാഭാവികമായിട്ടും അത് ഈടാക്കാനുള്ള, നികുതി ബാക്കിയുള്ളത് ഈടാക്കാനുള്ള, ആ ഏരിയസിനെ ഈടാക്കാനുള്ള
വലിയ ശ്രമം നടത്തണമായിരുന്നു. അടിയന്തരമായിട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് പിരിച്ചെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം അതൊക്കെ അങ്ങനെ തന്നെ കിടക്കുകയാണ്. മറിച്ച് പുതിയ ഭാരം അടിച്ചേൽപ്പിക്കുന്ന പ്രവണതയാണ്. ഇത് ജനങ്ങൾ അംഗീകരിക്കില്ല. മുഖ്യമന്ത്രി എന്ത് ന്യായീകരണം പറഞ്ഞാലും ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി അല്പം മുമ്പ് പറഞ്ഞത്. ശ്രീ ടി സി മാത്യു, സർക്കാർ സ്ഥാപനങ്ങളുടെ കുടിശ്ശിക